സ്കൂൾ പരീക്ഷകളിൽ ജയിക്കാൻ മിനിമം മാർക്ക് നിർബന്ധം. ഈ വർഷം 8ാം ക്ലാസ്സിൽ തീരുമാനം നടപ്പിലാക്കും. അടുത്ത വർഷം 9ാം ക്ലാസ്സിലും മാറ്റം കൊണ്ടുവരും. 2026-27 അക്കാദമിക വർഷം 8 മുതൽ 10 വരെ ക്ലാസുകളിൽ പൂർണ്ണമായും മിനിമം മാർക്ക് രീതി നടപ്പാക്കും. ഇന്നത്തെ മന്ത്രിസഭാ യോഗമാണ് തീരുമാനമെടുത്തത്. പൊളിറ്റിക്കൽ കറസ്പോണ്ടന്റ് ആർ ഷിജിത്ത് നമുക്കൊപ്പം ചേരുന്നു തത്സമയം. ആർ ഷിജിത്ത്, നിലവാര തകർച്ചയുണ്ടാകുന്നുണ്ട് സ്കൂൾ വിദ്യാഭ്യാസത്തിന് എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണോ ഈ പുനഃക്രമീകരണം? സുജിയ, ഹൈസ്കൂൾ ക്ലാസുകളിലെ ഉദാരമായ മൂല്യനിർണ്ണയം മൂലമാണ് സംസ്ഥാനത്തെ കുട്ടികൾ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വലിയ തോതിൽ മികവ് തെളിയിക്കാൻ കഴിയാതെ പോകുന്നത് സമീപകാലത്ത് എന്ന തരത്തിലുള്ള വിമർശനമുണ്ടായിരുന്നു. ഈ വിമർശനം കണക്കിലെടുത്താണ് മന്ത്രിസഭായോഗം നിർണായകമായ തീരുമാനമെടുത്തത്. ഹൈസ്കൂൾ ക്ലാസുകളിൽ എഴുത്തു പരീക്ഷയ്ക്ക് ജയിക്കാൻ കുറഞ്ഞത് 30% മാർക്കെങ്കിലും വേണമെന്ന നിബന്ധന കൊണ്ടുവരാനാണ് മന്ത്രിസഭ തീരുമാനമെടുത്തിരിക്കുന്നത്. ഇപ്പോൾ നിലവിലുള്ള രീതി ഇതിൽ നിന്ന് വിഭിന്നമാണ്. ഒരു സബ്ജക്റ്റിലെ എഴുത്തു പരീക്ഷയിലും നിരന്തര മൂല്യനിർണ്ണയത്തിലുമായി മാത്രം 30% മാർക്ക് കരസ്ഥമാക്കിയാൽ മതി ജയിക്കാൻ എന്നതാണ് ഇപ്പോഴത്തെ വ്യവസ്ഥ. അതായത് എഴുത്തു പരീക്ഷയിൽ അല്പം പിന്നിൽ പോയാലും നിരന്തര മൂല്യനിർണ്ണയത്തിൽ മാർക്ക് ഉദാരമായി നൽകി എല്ലാവരെയും ജയിപ്പിക്കുന്ന ഓൾ പാസ് എന്ന സംവിധാനമാണ് സംസ്ഥാനത്ത് കുറേ കാലമായി നിലനിന്നിരുന്നത്. ഇത് പാഠ്യ രീതികളെയും മറ്റും ദോഷകരമായി ബാധിക്കുന്ന വിമർശനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പുതിയ നിബന്ധന വ്യവസ്ഥ കൊണ്ടുവരുന്നത്. ഹൈസ്കൂൾ ക്ലാസുകളിൽ എഴുത്തു പരീക്ഷയ്ക്ക് സബ്ജക്ട് മിനിമം അഥവാ മിനിമം മാർക്ക് വേണ്ടിവരും. അതായത് ഒരു എഴുത്തു പരീക്ഷയിൽ 30% മാർക്കുണ്ടെങ്കിൽ മാത്രമേ ആ സബ്ജക്റ്റിൽ ജയിക്കാൻ കഴിയൂ. അത് ആദ്യപടിയായി 8ാം ക്ലാസ്സിൽ നടപ്പിലാക്കും. അടുത്ത അധ്യയന വർഷം 9ാം ക്ലാസ്സിൽ നടപ്പിലാക്കും. 2026-27 അധ്യയന വർഷത്തോടെ ഹൈസ്കൂൾ ക്ലാസുകളിലും പൂർണ്ണമായി ഇത് നടപ്പിലാക്കും. അതോടുകൂടി ഇപ്പോഴത്തെ വിദ്യാഭ്യാസ രംഗത്തുണ്ടായി ഇരിക്കുന്ന നിലവാര തകർച്ച അല്ലെങ്കിൽ അത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. നേരത്തെ ഈ തീരുമാനം നടപ്പിലാക്കാൻ സർക്കാർ ഒരുങ്ങിയപ്പോൾ CPIMൻ്റെ അധ്യാപക സംഘടനയായ KST അടക്കം ശക്തമായ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ CPM അടക്കം നേരിട്ട് ഇടപെട്ടുകൊണ്ട് അവരുടെ എതിർപ്പുകൾക്ക് അവസാനമാക്കിയിരിക്കുകയാണ്. അങ്ങനെയാണ് സർക്കാർ ഈ നിർണായകമായ തീരുമാനത്തിലേക്ക് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതായത് ഓൾ പാസ് ഇനിയില്ല, വാർഷിക പരീക്ഷ ജയിച്ചേ പറ്റൂ. ആ ഒരു തീരുമാനം വരുമ്പോൾ നേരത്തെ നമ്മൾ കണ്ടിരുന്നത് പോലെയുള്ള A+കളുടെ എണ്ണമടക്കം കുറയാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങില്ലേ ശ്രീജിത്ത്? തീർച്ചയായും ഉദാരമായ മൂല്യനിർണ്ണയമാണ് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയുടെ തകർച്ചയ്ക്ക് കാരണമെന്ന വിമർശനം കഴിഞ്ഞ കുറേ കാലങ്ങളായി ഒളിഞ്ഞും തെളിഞ്ഞും ഈ രംഗത്തെ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുകയാണ്. നമ്മുടെ വിദ്യാർത്ഥികൾ +2-നും മറ്റും മുഴുവൻ മാർക്ക് നേടി ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പോയാൽ അവർക്ക് പിന്നീട് ഇതേ മികവ് പുലർത്താൻ കഴിയുന്നില്ല, തുടരാൻ കഴിയുന്നില്ല എന്ന പ്രശ്നമുണ്ടായിരുന്നു. ഇതിന് കാരണം ഹൈസ്കൂൾ ക്ലാസുകളിലെ ഉദാരമായ മൂല്യനിർണ്ണയമാണ് എന്നായിരുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു സബ്ജക്റ്റിന് മിനിമം മാർക്ക് എന്നത് നിലവിലുള്ള രീതി 30% മാർക്ക് ആണെങ്കിലും അതിൽ എഴുത്തു പരീക്ഷയ്ക്ക് മാത്രമായി 30% എന്നല്ല, മറിച്ച് എഴുത്തു പരീക്ഷയ്ക്കും നിരന്തര മൂല്യനിർണ്ണയം അഥവാ കണ്ടിന്യൂസ് ഇവാലുവേഷനും കൂടി 30% മാർക്ക് എന്നതാണ് വ്യവസ്ഥ. ഈ വ്യവസ്ഥ എടുത്തു കളയുന്നതോടുകൂടി സുജയ് സൂചിപ്പിച്ച പോലെ എല്ലാത്തിനും A+ അല്ലെങ്കിൽ മികവ് പുലർത്താത്തവർക്ക് പോലും A+ എന്ന് തുടങ്ങിയ പ്രശ്നങ്ങളെല്ലാം അത്തരം ഒരു പ്രവണത ഒഴിവാകും. മറിച്ച് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അതായത് മിനിമം മാർക്ക് നേടാൻ കഴിയുന്ന ഓരോ സബ്ജക്റ്റിനും ഓരോ വിഷയത്തിനും മിനിമം മാർക്ക്. അപ്പോൾ നമുക്കത് ഇങ്ങനെ ക്രോഡീകരിക്കാം. ഓൾ പാസ് ഇനിയില്ല. 8, 9, 10 ക്ലാസുകളിലെ പ്രവേശനത്തിന് വാർഷിക പരീക്ഷ ജയിച്ച് പൂർണ്ണമായും മാർക്ക് നേടി പാസ്സാകുന്നതിനുള്ള മാർക്ക് എത്രയാണോ അത് നേടി ജയിച്ചാൽ മാത്രമേ അടുത്ത ക്ലാസ്സുകളിലേക്ക് കയറ്റമുണ്ടാവുകയുള്ളൂ. അടുത്ത അക്കാദമിക വർഷത്തിൽ 9ാം ക്ലാസ്സിലേക്ക് ഘട്ടം ഘട്ടമായി 10ാം ക്ലാസ്സിലെ പൂർണ്ണമായ ഒരു ക്രമീകരണം എന്ന് പറയുന്നത് 2026 കൂടിയായിരിക്കും നടപ്പാവുക, അല്ലേ ശ്രീജിത്ത്? അതായത് 8ാം ക്ലാസ്സിലേക്ക് ഇപ്പോൾ 7ാം ക്ലാസ്സിലെ മൂല്യനിർണ്ണയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നത്. എന്നാൽ 8ാം ക്ലാസ് മുതൽ മുകളിലോട്ട് എഴുത്തു പരീക്ഷയ്ക്ക് മിനിമം മാർക്ക് അഥവാ 30% മാർക്ക് നിർബന്ധമാക്കുന്നു എന്നതാണ് ഇത് ഏറ്റവും ലളിതമായി പറഞ്ഞാലുള്ളത്. സുജയ് സൂചിപ്പിച്ച പോലെ തന്നെ ഓൾ പാസ് ഇല്ല. 9ാം ക്ലാസ്സിൽ നിന്ന് 10ാം ക്ലാസ്സിലേക്ക് കടക്കണമെങ്കിലും ഇതേ നിബന്ധന ബാധകമാകും. അത് ഈ വർഷമില്ല. ഈ വർഷം 8ാം ക്ലാസ്സിൽ മാത്രം നടപ്പിലാക്കുന്നു. അടുത്ത വർഷം 9ാം ക്ലാസ്സിൽ നടപ്പിലാക്കുന്നു. അതിൻ്റെ അടുത്ത വർഷം ആകുന്നതോടുകൂടി ഹൈസ്കൂൾ തലത്തിൽ പൂർണ്ണമായും മിനിമം മാർക്ക് അഥവാ ഇത് ഓരോ വിഷയത്തിന് കുറഞ്ഞത് 30% മാർക്ക് നേടാതെ അടുത്ത ഘട്ടത്തിലേക്ക് യോഗ്യത നേടാൻ കഴിയില്ല എന്ന നില വരുന്നു. അതാണ് ഇപ്പോൾ ഇത് സംഭവിക്കുന്ന തീരുമാനം കൊണ്ടുള്ള ഫലം. വ്യക്തമാണ്. ഓൾ പാസ് ഇനിയില്ല. ആ ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്.